മാസത്തിൻ്റെ പ്രാരംഭം കണ്ടവർ ഈ അവസാന ദിവസം കാണുവാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. കർത്താവ് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി. പലവിധമായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കർത്താവ് നമ്മുടെ പ്രാണനെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിൻ്റെ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണദൂതനെ കർത്താവ് അകറ്റി നിർത്തി. ഹല്ലേലൂയ. ആമേൻ. ശാരീരികമായ രോഗങ്ങളിൽ, ഭാരങ്ങളിൽ അകപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഇത്രയും സന്തോഷവും ആരോഗ്യവും ദൈവം നൽകിയതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുകയാണ്. അതിശക്തമായ മഴയും തുടർന്നു വരുന്ന വെയിലും പനിയുടെ പ്രയാസങ്ങൾ നമ്മുടെ ജില്ലയിൽ വർദ്ധിക്കുന്നുണ്ട്. അത് പകർച്ചപ്പനികളായി ദേശത്ത് സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിക്കുകയും സഹായിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ, നമ്മുടെ ഭവനത്തിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരുന്നതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. സന്തോഷമുള്ള മുഖങ്ങളോടുകൂടെ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നതിൽ വളരെ സന്തോഷം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവർ ശരീരത്തിൽ ബലഹീനരായി ഭവനത്തിൽ ആമേൻ വിശ്രമിക്കുന്നു. ആമേൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധന ആമേൻ വീക്ഷിക്കുന്ന, സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുമേശ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കടുത്തിയെല്ലാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 81-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. പ്രധാനമായ 3 വിഷയമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 81-ാം സങ്കീർത്തനത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനമായ 3 കാര്യങ്ങൾ. ഒന്ന്, 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ ജനമേ കേൾക്കുക. 1. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് തൻ്റെ ജനം ദൈവത്തെ കേൾക്കണം. അങ്ങനെ ഒരു ചെവി എല്ലാ മാതാപിതാക്കളും കർത്താവ് തന്നിട്ടുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ മക്കളൊക്കെ നമ്മളെ എന്ത് ചെയ്യണം? കേൾക്കണം. സ്കൂളിലായിരിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയും, സ്റ്റുഡൻസ് എല്ലാം എന്നെ എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കണം. 1-ാമത്തെ വിഷയം ദൈവത്തിൻ്റെ വിഷയമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ജനം കേൾക്കണം, കേൾക്കണം. സ്തോത്രം. ആമേൻ. 2-ാമത്തെ വിഷയം 11-ാമത്തെ വാക്യമാണ്. കേട്ടില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു കേൾക്കണമെന്നുള്ളത്. 2-ാമത്തെ വിഷയം ജനം എന്ത് ചെയ്തില്ല? ജനം കേട്ടില്ല. 2-ാമത്തെ വിഷയം. സ്തോത്രം. 3-ാമത്തെ വിഷയം ആമേൻ ഹല്ലേലൂയ. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. കേട്ടായിരുന്നെങ്കിൽ, കേട്ടിരുന്നു എങ്കിൽ. 3-ാമത്തെ കാര്യം. സ്തോത്രം. 1 കേൾക്കണം, 2 കേട്ടില്ല, 3 കേട്ടിരുന്നെങ്കിൽ. ഈ 3 കാര്യമാണ് ഈ 81-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഭക്തനായ ആസാഫ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ചെവിയുണ്ട്. ചെവിയുടെ ഉദ്ദേശം കേൾക്കാൻ വേണ്ടിയുള്ളതാണ്. എല്ലാ മൃഗങ്ങൾക്കും, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ജീവനുള്ള എല്ലാറ്റിനും ദൈവം കൊടുത്തിരിക്കുന്ന ഒന്നാണ് ചെവി. എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് നമ്മുടെ ചെവിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ്
അതിനെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? സ്തോത്രം. വലിയ പടവിറങ്ങുന്നത് പോലെ, അല്ലേ? സ്തോത്രം, അല്ലേ? കിണറിലേക്ക് ഇറങ്ങുന്നത് പോലെ സ്റ്റെപ്പായിട്ടൊക്കെ നമ്മുടെ ചെവിക്കകത്ത് പലതും കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് തന്നെ അങ്ങനെയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശബ്ദം, ആമേൻ, ശരിക്ക് കേൾക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമുക്ക് ചെവി തന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കുക എന്നുള്ള ഒന്നാമത്തെ വിഷയം നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഗുണവും ദോഷവും കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്തോത്രം, സ്തോത്രം. ഗുണവും ദോഷവും കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. അത് രണ്ടിന്റെ ഉത്തരവാദിത്തം ചെവിക്കാണ്. സ്തോത്രം. ഇത് നീ എവിടെ നിന്നാണ് കേട്ട് പഠിച്ചു വെച്ചാൽ, ഇന്നൊരു പറഞ്ഞതാണ്, ഇന്നടുത്തുനിന്ന് ഞാൻ കേട്ടതാണ്. നല്ല കാര്യമായാലും ചീത്തയായ കാര്യമായാലും അതെല്ലാം കേൾവിയിൽ നിന്നാണ് വരുന്നത്. കേൾവിയിൽ നിന്നാണ്. നമ്മൾ ഇന്ന് കർത്താവിനെ വിശ്വസിക്കുന്നതും എങ്ങനെയാ? കേൾവിയിൽ കൂടിയാണ്. നമുക്ക് വിശ്വാസം ഉണ്ടായതും കേൾവിയാണ്, ചെവിയാണ് അതിൻ്റെ പുറകിലത്തെ കാരണം. സ്തോത്രം. ആമേൻ. എന്നാൽ കേൾക്കുമ്പോൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് 4:23-24. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. സ്തോത്രം. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളണം. അത് കർത്താവ് ഒരു വാണിംഗായി, ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നതാണ്. ആമേൻ. ഈ ശബ്ദം, ആമേൻ, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളണം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇത് ദൈവം തന്നെയാണോ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് തന്നെയാണോ സംസാരിക്കുന്നത്? ദൈവ ആലോചന തന്നെയാണോ കേൾക്കുന്നത് എന്ന് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഇതിനകത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. സ്തോത്രം. ഓരോ ഭർത്താക്കന്മാരും ഇപ്പോഴല്ലേ കോളിംഗ് ബെല്ലൊക്കെ വന്നത്. ഭർത്താക്കന്മാരൊക്കെ സന്ധ്യയ്ക്ക് ഒന്ന് ടൗണുകളിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവായിരുന്നു പണ്ട്. അവിടെ പോയി അല്പം നേരം വർത്താനമൊക്കെ കഴിഞ്ഞ് സന്ധ്യ മയങ്ങിയ നേരത്തേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്തെത്തുമ്പോൾ എന്തുണ്ടാക്കും? ഒരു ശബ്ദം ഉണ്ടാക്കും. ഒന്നെങ്കിൽ ഒരു ഉണ്ടാക്കി ചുമ. അപ്പോഴറിയാം, ആ ചുമ ശബ്ദം കേൾക്കുമ്പോൾ അറിയാരാ അച്ചായം വന്നതാണെന്നറിയാം. അല്ലെങ്കിൽ ചുമ്മാ ഒരു കാർക്കിച്ച് തുപ്പുന്ന ഒരു ശബ്ദം. സ്തോത്രം. പല കള്ളന്മാരും ഇത് നോക്കിയിരുന്നു. അന്നേരത്തേക്ക് വാതിൽ തുറന്നിരിക്കുക. അപ്പൊ ഈ അച്ചായന്റെ ശബ്ദം അനുകരിച്ച് അച്ചായം പോയി 15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ഒരു കള്ളൻ വന്ന് അതുപോലെ ചുമച്ചു. ശ്രദ്ധിച്ചില്ലെങ്കിൽ വാതിൽ എന്ത് ചെയ്യും? തുറക്കപ്പെടും. സ്തോത്രം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്നുള്ള ഭാവേനെ യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവ അരുളി ചെയ്തു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് വരെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കേൾക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ എന്ത് ചെയ്തോണം? സൂക്ഷിച്ചു കൊള്ളണം. ഇത് അന്ത്യകാലമാകയാൽ കേൾക്കുന്നത് എന്ത് എന്ന് ദൈവമക്കൾ സൂക്ഷിച്ചു കൊള്ളണം. ആമേ. ഇനി കേൾക്കുന്നവരുടെ ഉത്തരവാദിത്തമുണ്ട്. 2 ചെവി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നവരുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന്, ആമേൻ, എബ്രായ ലേഖകൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ പുസ്തകത്തിലേക്ക് വരാം. കേൾക്കുന്നവരുടെ ഉത്തരവാദിത്തം. ആമേൻ. 2-ാം അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനം കണ്ടോ? നീ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതണം. ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അധികം ശ്രദ്ധയോടെ കേട്ടത് കരുതണം, ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. ഞായറാഴ്ച ദൈവദാസൻ എന്തൊക്കെയോ പറഞ്ഞു.
ഞാനും കേട്ടു എന്ന് പറഞ്ഞു പോകരുത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത്തെ ഉത്തരവാദിത്വമാണ് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അധികം കേട്ടവർക്കാണ് അധികം അടി. ഒരു വീട്ടിൽ മൂത്തവർക്കാണോ ഇളയവർക്കാണോ അടി കൂടുതൽ കിട്ടുന്നത്? മൂത്തവർക്കാണ്. അവർക്കാണ് കേൾക്കാനും ഗ്രഹിക്കാനും ഒക്കെയുള്ള പരിജ്ഞാനവും പക്വതയും പ്രായമുള്ളത് മൂത്തവർക്കാ. അവർക്കാണ് കൂടുതൽ അടി. അടിക്കുന്നത് കണ്ടിട്ട് ഇളയ കൊച്ചുങ്ങൾ മൂത്രമൊഴിക്കും. അവരടിക്കൊന്നും വേണ്ട. സ്തോത്രം. അവർക്കത് മതി. അവരെ അടിക്കേണ്ട ആവശ്യം. അത് കാണുമ്പോഴേക്കും അവർക്കൊരു ഭയം വരും. അതുകൊണ്ട് അടി മുഴുവൻ കിട്ടുന്ന ആർക്കാ? കേട്ടവർക്കാണ്. കേട്ടവർക്കാണ്. പെന്തക്കോസുകാരെ പോലെ വചനം കേട്ടവർ വേറെ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ, അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. ആമേൻ. 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ച്. ആ ആ സ്തോത്രം. ഞങ്ങൾ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ പഠിച്ചത് രക്ഷിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന പാരൻസിനോട് പറയും എനിക്ക് രക്ഷിക്കപ്പെടണം. അപ്പോൾ അതിന് വേണ്ട എല്ലാ ഒത്താശയും വഴിയും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ ചുരുക്കമായി ഇന്നത്തെ കാലത്ത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കേട്ടവർ എന്ത് ചെയ്തു? ഉറപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. കേട്ടവരുടെ ഉത്തരവാദിത്വം കേട്ടോ. ഒരു ദൈവദാസൻ ദൈവത്തിന്റെ വചനം കേട്ടത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? ഉറപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി മറ്റുള്ളവരെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് വചനം ദൈവാത്മാവെ കേൾപ്പിക്കുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നുണ്ടോ? കേട്ടവരുടെ ഉത്തരവാദിത്വമാണ്. ഒന്ന്, അധികം ശ്രദ്ധയോടെ കരുതണം. സ്തോത്രം. 2, അങ്ങനെ കരുതിയത് മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. കേട്ടവരാണ് മറ്റുള്ളവരെ ഉറപ്പിക്കേണ്ടത്. വിശ്വാസത്തിൽ ക്ഷീണിതരുണ്ട്, വിശ്വാസത്തിലേക്ക് വരാൻ മടിക്കുന്നവരുണ്ട്, ഈ സത്യം അറിയാത്തവരുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണം? കേട്ടവര് ഉറപ്പിച്ചു കൊടുക്കണം. 2-ാമത്തെ ഉത്തരവാദിത്വം. 3, അതിന്റെ 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മത്സരിക്കരുത്. ദൈവത്തിന്റെ വചനം കേട്ടവരാരും എന്ത് ചെയ്യരുത്? മത്സരികളാകരുത്. സ്തോത്രം. എന്താ മത്സരം? മത്സരം ഇതാണ്: ഞാനാണോ വലുത്, നീയാണോ വലുത്? ആരാ ഈ സ്റ്റേജിൽ ഇരിക്കാൻ യോഗ്യൻ? 10 പേരുണ്ട്, ഒരു കസാരയുണ്ട്. ആരതിലിരിക്കും? ആരാ വലിയവൻ? ഇതാണ് മത്സരം. സ്തോത്രം. കർത്താവിന്റെ ശിഷ്യഗണങ്ങളിൽ ആ ഒരു ഭാവം അധികമായി ഉണ്ടായിരുന്നു. പല ദൈവപ്രവർത്തികൾ അവരിലൂടെ നടക്കാതെ വരാൻ കാരണം ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ചിന്തയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ആരാണ് വലിയവൻ? ഒരു വിഷയം ഉണ്ടായാൽ ആരാണ് ആദ്യം ക്ഷമിക്കേണ്ടത്? ആരാ ആദ്യം ക്ഷമിക്കേണ്ടത്? മത്സരമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ക്ഷമിക്കണമെന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വചനം കേട്ടു. പിന്നെ ആ വചനം കേട്ടിട്ട് പിന്നെ വടംവലിയാണ്. അവൻ താഴട്ടെ, അവള് താഴട്ടെ. ആമേൻ. ഞാൻ ഒരിക്കലും താഴത്തില്ല. സ്തോത്രം. കാരണം ഞാൻ അങ്ങനെയുള്ള പാപമൊന്നും ചെയ്തില്ലല്ലോ. കർത്താവ് വചനം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ചെയ്തില്ല എന്നുള്ളതല്ല. ആമേൻ. എന്നോട് ഒരുവന് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെന്ന് അവനോട് ക്ഷമിച്ചപ്പെടണം. സ്തോത്രം. ഞാൻ അവനെ അടിച്ചില്ല, നുള്ളിയില്ല, അവനെ വേദനിപ്പിച്ചില്ല. പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ വലിയ പാതകം ചെയ്തു എന്നാണ് അവന്റെ ചിന്താഗതി. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. ഞാനാണോ ക്ഷമിക്കേണ്ടത്, അവരാണോ ക്ഷമിക്കുക? ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആയുസ് തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഐസിയുവിൽ കിടന്ന സമയത്തൊക്കെ ചിലർക്ക് ക്ഷമിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തിനെ എനിക്കൊന്ന് കാണണം ഡോക്ടറെ. എനിക്കത് എന്തിനു വേണ്ടിയാ?
അദ്ദേഹം നിങ്ങൾക്ക് പൈസ തരാണോ? അയച്ചൊന്നല്ല, ഒരു വാക്കിൽ എനിക്ക് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാനുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹം ഇന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇന്ന വ്യക്തിയെ ഒന്ന് കണ്ട് ക്ഷമ പറയണം. അത് ഒരു ആന്തരിക ചികിത്സ കൂടിയാണല്ലോ. അപ്പൊ ആ വ്യക്തിയെ ഒന്ന് കണ്ട് ഒരു ഊഷ്മളമായ ഒരു സന്തോഷം പങ്കിടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ഭൗതികമായി ചിലപ്പോൾ ചില രോഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് വിടുതൽ കിട്ടും. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് നേഴ്സിനെ കൊടുത്തു. നേഴ്സ് പറഞ്ഞു, വൈകിട്ട് 5 മണിക്കാണ് വിസിറ്റേഴ്സിന്റെ സമയം, അന്നേരം ആ വ്യക്തിയെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോഴേക്കും ഈ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. 5 മണിക്ക് ആ മനുഷ്യനും ആഗ്രഹിച്ചു, വളരെ ആഗ്രഹിച്ചതാണ് ഇദ്ദേഹവുമായി ഒന്ന് രമ്യതയിലാകണമെന്ന്. പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ആയുസ് ഇതുപോലെയുള്ളൂ. അവ കേട്ടവരുടെ ഉത്തരവാദിത്വം, കേട്ടത് സ്വർഗീയ രാജാവിന്റെ കൽപ്പനയാ, സ്വർഗീയ ദൈവത്തിന്റെ ദൗത്യമാ. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് കേട്ടത്. ആ വചനം കേട്ടവർ എന്ത് ചെയ്യണം? മത്സരികളാകരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 4-ാമത്തെ ഉത്തരവാദിത്വം വായിച്ചേ, 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. സദ്വർത്തമാനം കേട്ടവർ എങ്കിൽ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണം. സ്തോത്രം. നമ്മൾ കഴിക്കുന്ന ആഹാരമേ ആമാശയത്തിൽ ചെല്ലുമ്പോഴേക്ക് അതിന് പരിണാമം സംഭവിക്കുന്നുണ്ട്. മാറ്റം സംഭവിക്കുക. അരയേണ്ടത് അരഞ്ഞ് കുഴമ്പ് രൂപത്തിലായി അത് നമ്മുടെ രക്തത്തിനകത്തേക്ക് പ്രവേശിക്കത്തക്ക നിലയിൽ അത്രയ്ക്കും സജീവമായി മാറുകയാണ് ആഹാരപദാർത്ഥം. നല്ല ഡൈജഷൻ നടക്കുന്നില്ലെങ്കിൽ ഞാൻ കഴിച്ച ആഹാരം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒന്ന് ചിന്തിക്കണം, ദൈവത്തിന്റെ വചനം എനിക്ക് ദഹിക്കുന്നുണ്ടോ? ഉള്ളിൽ ചെന്നിട്ട് ഞാൻ കേൾക്കുന്ന വചനം എനിക്ക് ഉപകാരമായി മാറണമെങ്കിൽ അത് വിശ്വാസമായി പരിണമിക്കണം. ഈ പറയുന്നൊക്കെ സത്യമാണല്ലോ. ഹല്ലേലൂയ. നരകം ഒരാൾ കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, സ്വർഗവും കണ്ടിട്ടില്ല. കേട്ടപ്പോഴാ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ നരക ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് സ്വർഗ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒരു വിശ്വാസമായി തീർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അത് ഉള്ളിൽ ചെന്ന് വിശ്വാസമായി പരിണമിക്കണം. യേശു നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ ആ വചനം എന്നെ സൗഖ്യമാക്കുന്നതാണെന്ന് നീ വിശ്വസിക്കണം. യേശു ഭൂതത്തെ പുറത്താക്കുന്നു എന്ന് ആ വചനം നീ വിശ്വസിക്കണം. ആ സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ പ്രവൃത്തി അവിടെ നടക്കും. അവിടെ ആ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് വിശ്വാസത്തിന്റെ മുൻപിലാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ടവർ ചെയ്യേണ്ടത് അത് വിശ്വാസമായിട്ട് എന്ത് ചെയ്യണം? പരിണമിക്കണം. ആമേൻ. 4-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം ആര് മുഖാന്തരം ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളത്തിന് മണ്ണിനെ അലിയിക്കാനുള്ള ശക്തിയുണ്ട്, തീക്ക് ഉരുക്കാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ കഠിനപ്പെടുകയാണോ? ഒരു മണ്ണ് കുഴച്ച്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വെയിലത്ത് വെച്ചാൽ അതെന്ത് ചെയ്യും? അത് കഠിനപ്പെടും. അതേസമയം കുറച്ച് മെഴുക് അമേൻ ഉരുട്ടിയെടുത്ത് അത് വെയിലത്ത് വെച്ചാലോ അത് ഉരുകും. പ്രൈസ് ദി ലോർഡ്. അനുദിനവും കഠിനപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? കേട്ടവരുടെ ഉത്തരവാദിത്വമാ. ഒരിക്കലും ഹൃദയം എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. മാംസളമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു തരണമെന്ന് അവൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്. കാരണം അവന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഹൃദയം കഠിനപ്പെടുമ്പോഴാണ് പാപം ചെയ്യുന്നത്. അനുസരണക്കേടൊക്കെ ഹൃദയം
കഠിനപ്പെടുമ്പോഴാണ് അല്ലേ. ഊരിയാവ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ ദാവീദിന്റെ ഹൃദയമൊക്കെ എത്രമാത്രം കഠിനപ്പെട്ടു, എത്രമാത്രം കഠിനപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്ക് മാംസളമായ തൊട്ടാൽ നോകുന്ന ഒരു ഹൃദയം എനിക്ക് വേണം, കഠിനപ്പെട്ട ഹൃദയം എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തോട് ഇന്ന് പലക്കാലം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്, കർത്താവേ, കേട്ട വചനം എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തെ എന്നെ കഠിനപ്പെടുത്തുവാനല്ല, എന്നെ സൗമ്യതയുള്ളവനാക്കി മാറ്റാൻ, ക്ഷമിക്കുന്നവനാക്കി മാറ്റാൻ, സ്നേഹിക്കുന്നവനാക്കി മാറ്റാൻ, അലിയുന്നവനാക്കി മാറ്റാൻ, മനസ്സലിവുള്ളവനാക്കി മാറ്റുവാൻ കർത്താവേ കൃപ നൽകണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആമേൻ. 5-ാം അധ്യായം 11-ാം വാക്യം കൊണ്ട് വായിച്ചേ. കേൾപ്പാൻ മാന്യമുള്ളവരാകരുത്. സ്തോത്രം. കേൾക്കുന്നവരുടെ ഉത്തരവാദിത്വം കേട്ടോ. കേൾക്കാൻ മാന്യം. സ്തോത്രം. മടി, അലസത. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് നമ്മൾ ശരിക്ക് ചെവി തുറന്ന് കേൾക്കുക ദൈവത്തിൻ്റെ വചനം. വചനം കേട്ടവരുടെ ഉത്തരവാദിത്വം അത് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിലാണ് നമുക്ക് ശിക്ഷാവധി കർത്താവ് തരുന്നത്. അത് നമ്മൾ പുറകെ ചിന്തിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കേട്ടവരുടെ ഉത്തരവാദിത്വമാണ് കേൾക്കുന്നതിൽ മാന്യമുണ്ടാകരുത്. വളരെ ഉത്സാഹത്തോടുകൂടെ വേണം ശബ്ദം കേൾക്കാൻ, ദൈവ ശബ്ദം കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം നാം കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം കേൾക്കുന്നത്. ആമേൻ. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. വചനം കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ എത്ര പേരെ കൊണ്ട് കഴിയുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? സ്കൂളിൽ അധ്യാപകര് പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം നല്ലതുപോലെ കേൾക്കും, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പരാജയപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് പുസ്തകം പറയുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് ചെയ്യുന്നവരായിരിപ്പീൻ. സ്തോത്രം. അതുകൊണ്ട് ആസാഫ് മുഖാന്തരം യഹോവ അരുളി ചെയ്യുക, ഇസ്രായേലേ കേൾക്കുക. ഇന്ന് പകൽക്കാലം എബനേസർ സഭയോട് കർത്താവ് പറയുക, എൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ആമേൻ. ദൈവവചനം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഏലി പുരോഹിതന്റെ കാലത്ത് ദൈവവചനം ദുർലഭമായിരുന്നു. അതുകൊണ്ട് മക്കളൊക്കെ പോയ വഴി മനസ്സിലായോ? സ്തോത്രം. ഏലി പുരോഹിതന്റെ മക്കളൊക്കെ സഞ്ചരിച്ച വഴികൾ നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം കേൾപ്പാൻ ഇല്ലാതെ വരുന്ന കാലത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, ജനം പരിജ്ഞാനമില്ലാതെ നടക്കുന്നു, ജനം വഴിവിട്ട് നടക്കുന്നു. അതുകൊണ്ട് കർത്താവ് വേദനയോടുകൂടെ യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ജനം എൻ്റെ ആലോചന സഭയിൽ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ അവരെ എൻ്റെ വചനം കേൾപ്പിച്ച് ആകാത്ത വഴിയിൽ നിന്ന് അവരെ തിരിച്ചു വരുത്തുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ കേൾക്കണം. ഒന്ന്, നിങ്ങൾ കേൾക്കണം. ആമേൻ. രണ്ടാമത് അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ആമേൻ. സ്തോത്രം. 80-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ ജനം എന്നെ കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ജനം എന്നെ കേട്ടില്ല. എന്താ ഈ കേട്ടില്ല എന്ന് പറയുമ്പം അവർക്ക് ചെവിയില്ല എന്നാണോ? അല്ല, കേട്ടു, പക്ഷേ അവർ അനുസരിച്ചില്ല.
സ്തോത്രം. എൻ്റെ വചനം അവരെന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല, അവർ കേട്ടില്ല എന്നാ കർത്താവ് പറയുന്നത് അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതെ പോയാൽ അത് തകർച്ചയുടെ ലക്ഷണമാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് അത് കേൾക്കാതെ പോയാൽ അത് വലിയ തകർച്ചയുടെ ലക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം അല്ലേ? സ്തോത്രം. ആമേൻ. ഈ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുമായിരുന്നു. അപ്പം പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് രണ്ട് കൈരവും ചേർത്ത് പിടിക്കും, ഒരു കൈ വടിയും കാണും. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ? ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ അർത്ഥം? കേട്ടതാണ് ഇവര്, പക്ഷെ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലതുപോലെ കേട്ടതാണ്, പക്ഷേ അനുസരിച്ചില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യഹോവയായ ദൈവം തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ പ്രവാചകന്മാരിലൂടെ വ്യക്തമായ ദൈവിക സന്ദേശം ഇസ്രായേൽ ജനത്തോട് അറിയിച്ചതാണ്. പക്ഷേ അവർക്ക് കേൾപ്പാൻ മനസ്സില്ലായിരുന്നു. അവർ കേട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം അല്ലേ? കർത്താവിന് മഹത്വം. അപ്പൊ സുവിശേഷം കേൾക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. സുവിശേഷം കേൾക്കുന്നവരുണ്ട്. TV-യിലൂടെയും അതുപോലെ പുസ്തകങ്ങളിലൂടെയും പരസ്യയോഗങ്ങളിലൂടെയും ഒക്കെ സുവിശേഷം കേൾക്കുന്നവരുണ്ട്. സുവിശേഷം പറയുന്നവരെ പ്രശംസിക്കുന്നവരുമുണ്ട്. പാസ്റ്ററെ നല്ല വചനമായിരുന്നു കേട്ടോ. സ്തോത്രം. പ്രശംസിക്കുന്നവരുമുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അനുസരിക്കുന്നില്ല. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അമേ. സ്തോത്രം. ഹല്ലേലൂയ. അമേ. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം അല്ലേ? അപ്പോൾ കേൾവി മാത്രമല്ല, അനുസരണമാണ് കർത്താവ് ആ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് തെസ്സലോനിക്ക ലേഖനം നിർത്തി, രണ്ടാം ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം ബാക്കി ഒന്ന് വായിക്കാം. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന പരമാർത്ഥമായ കാര്യമാണ്. സ്തോത്രം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം കേൾക്കാത്തവർക്കല്ല, അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്ന നാൾ അടുത്തു വരുന്നു. അപ്പൊ വചനം കേട്ടിട്ട് അനുസരിക്കാത്തവർക്ക് എന്ത് കൊടുക്കും? പ്രതികാരം. സ്തോത്രം. വചനം കേട്ട് അനുസരിക്കാത്തവർക്ക് പ്രതികാരമാണ് നരകം. പ്രതികാരത്തിന് വേണ്ടി മാത്രം കർത്താവ് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് നരകം. പ്രതികാരത്തിന് വേണ്ടി മാത്രം. ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ പ്രദർശിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് നിത്യ നരകം എന്ന് പറഞ്ഞാൽ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം മുഴുവൻ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാ നിത്യ സ്വർഗം എന്ന് പറഞ്ഞാൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ വചനത്തിൻ്റെ അടിയിൽ നമ്മളെല്ലാം ഒരു അണ്ടർലൈൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര ഭയപ്പെടണം അല്ലേ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ? എത്ര ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കേൾക്കുന്ന വചനം നമ്മൾ അനുസരിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അവർ കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മനസ്സിലായില്ല, അവർക്കതിന് മനസ്സ് വന്നില്ല.
ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറഞ്ഞു, ആമേൻ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴെ ചേർക്കും പോലെ നിങ്ങളെ എത്ര വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്കോ മനസ്സ് വന്നില്ല. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. നിങ്ങൾ അതിൽ നിന്ന് കുതിറി മാറി ഇങ്ങനെ പോകും. ഇങ്ങനെ എത്ര സഭായോഗം പോകും, ഇങ്ങനെ എത്ര സഭായോഗം നമ്മളിങ്ങനെ പോകും. സ്തോത്രം. അതുകൊണ്ട് ഈ ആരാധന മധ്യത്തിൽ കർത്താവ് പറയുന്ന ശബ്ദം, വേദനയോടെ കർത്താവ് പറയുന്ന ശബ്ദം, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടില്ലാത്തത് കൊണ്ട്, ഇസ്രായേൽ ജനം കേൾക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ചെവി കർത്താവ് തുറന്നത്. ആ ഒരു പദവി നമ്മൾ ഓർത്തോണം കേട്ടോ. ഇന്ന് നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ആരിയ്ക്കേണ്ടതാ? ഇസ്രായേൽ ഇരിക്കേണ്ടതാ. കേൾക്കാത്തത് കൊണ്ട് ദൈവം അവരെ വെട്ടിക്കളഞ്ഞു. കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. മണവാളൻ കല്യാണം ഒരുങ്ങിയ സമയത്ത് യജമാനൻ തൻ്റെ ദാസന്മാരെ വിട്ടു മകൻ്റെ കല്യാണത്തിന് വിളിക്കാൻ. വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചപ്പോൾ അവരെന്താ പറഞ്ഞേ? അവർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു. എല്ലാവരും കേട്ടതാ, പക്ഷെ ഒരൊറ്റ ഒരാൾ വന്നില്ല. കല്യാണത്തിന് ഒരൊറ്റയാള് വന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വരാതിരുന്നത് കൊണ്ട് സംഭവിച്ചതെന്നറിയാവോ? ആ യജമാനൻ പറഞ്ഞു, നിങ്ങൾ വഴിത്തലയ്ക്ക് പോയിട്ട് കണ്ടവരെയൊക്കെ വിളിച്ചോണ്ട് തരാൻ പറഞ്ഞു. കണ്ടവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടവരൊക്കെയാ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കേട്ടോ. നമ്മളൊന്നും ലിസ്റ്റിലുള്ളവരല്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ലെന്ന്. സ്തോത്രം. അർഹതയില്ലാത്തവരാ ഇന്ന് ഈ വിരുന്നിലിരിക്കുന്നത്. സ്തോത്രം. വിളിച്ചതും ഒരുക്കിയതൊക്കെ വേറെ ആൾക്കാർക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് യഹൂദൻ എന്ന അത്തിയെ, ആമേൻ, ആ ഒറിജിനൽ മുന്തിരി വള്ളിയെ കർത്താവ് എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലിവായ നമ്മെ, ആമേ, കാട്ടുമുന്തിരിങ്ങ കഴിച്ചുകൊണ്ടിരുന്ന നമ്മെ നാട്ടൊലിവോട് കർത്താവ് ഒട്ടിച്ചു ചേർത്തു. പ്രൈസ് ദി ലോർഡ്. അവരെ വെട്ടിയ വാൾ ഇന്നും ദൈവത്തിന്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കേട്ട വചനം നമുക്ക് പ്രയോജനമായി മാറണം. കർത്താവിന്റെ ദുഃഖമാണ്, അവർ എൻ്റെ വചനം കേട്ടില്ല. ഇന്ന് 2, 3, 4 കൊമ്പൊക്കെ ഉണ്ട്, എങ്ങനെല്ലാം ഒടിച്ചു കളഞ്ഞേക്കണം കേട്ടോ. ഈ കൊമ്പൊന്നും എന്നെ രക്ഷിക്കത്തില്ല. സ്തോത്രം. ഞാൻ വലിയത് എന്നുള്ള പാപമൊന്നും എന്നെ എന്ത് ചെയ്യത്തില്ല, എന്നെ രക്ഷിക്കത്തില്ല. കർത്താവ് നമ്മെ, അമേ, സ്തോത്രം, വ്യക്തിപരമായി തൻ്റെ സന്നിധിയിൽ നിർത്തി ന്യായം വിധിക്കുമ്പോൾ അവനോട് ഉത്തരം പറയാൻ നമ്മുടെ വായിൽ വാക്കുകൾ ഉണ്ടാകണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, പ്രാഗൽഭ്യത്തോടുകൂടെ പറയണം. അത് തെളിവ് സഹിതം പറയണം. കർത്താവിന്റെ വേദന കേട്ടോ? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ പറഞ്ഞു, കേട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്തിനാ ദൈവമക്കളെ കർത്താവ് കേൾക്കാൻ പറഞ്ഞത്? അതൊരു പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നല്ലേ? ഒരു പ്രായത്തിന്റെ പ്രത്യേകതയാ അല്ലേ? നമ്മുടെ മക്കളുടെ പക്വതയും നമ്മുടെ പക്വതയും രണ്ടും രണ്ടാ. അപ്പൊ നമ്മൾ പറയും, നിങ്ങളെ ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പഠിച്ചോളൂ. നമ്മുടെ ഈ വെപ്രാളോ ഈ വേദനയോ ഒന്നും ഇന്ന് മക്കൾക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അവർക്കത് ഗൗരവമില്ല, മനസ്സിലാകുന്നില്ല. നമ്മളെല്ലാം ആ സ്റ്റേജിൽ കൂടെ വന്നവരാ. പക്ഷെ നമ്മൾ വലിയ അപ്പന്മാരാകും പറയും, ഞങ്ങളുടെ ഏജ് ആകുമ്പോൾ നിനക്ക് എന്ത് ചെയ്യും? നീ അത് പഠിച്ചോളൂ, തന്നെ പഠിച്ചോളൂ എന്ന് പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളൊക്കെ ആത്മീകത്തിൽ ശിശുവായിരുന്ന സമയത്ത്, പക്വത ഇല്ലാതിരുന്ന സമയത്ത്, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ എന്ത് ചെയ്തു? ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ പ്രവർത്തിച്ചു. പുരുഷനായതിനു ശേഷമോ ആത്മീകത്തിൽ പക്വത വരണം കേട്ടോ. ആത്മീകത്തിൽ നമുക്ക് വളർച്ചയുണ്ട്, പക്വത വരണം. ഓരോ മാസം ചെല്ലുന്തോറും നമ്മുടെ ഭൗതിക ശരീരത്തിന് വളർച്ച ഉണ്ടാകുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യനും വളർച്ചയുണ്ടാകണം. അത് പക്വതയിലേക്ക് വരണം. മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു കേട്ടോ. മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. സ്തോത്രം.
പണ്ടത്തെ ശൈശവാവസ്ഥയിലുള്ള വാശി, വൈരാഗ്യം ഇതൊക്കെ മാറ്റിയിട്ട് ആമേ പരസ്പരം ഉൾക്കൊള്ളാനുള്ള മനസ്സും സ്നേഹിക്കാനുള്ള ഹൃദയവും നമുക്ക് ലഭിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. കർത്താവ് ഇത് കൂടെ കൂടെ പറഞ്ഞിട്ടും തൻ്റെ ജനം കേട്ടനുസരിച്ചില്ല. എന്തിനാ കർത്താവ് ഇത് കേൾക്കാൻ പറഞ്ഞത്, അനുസരിക്കാൻ പറഞ്ഞതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം കൊണ്ട് വായിച്ചേ. മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്. സ്തോത്രം. ആമേൻ. ആമേൻ. എന്താണ് ആമേൻ കേൾക്കാൻ കർത്താവ് പറയാനുള്ള കാരണം? ആമേൻ. സ്തോത്രം. ആമേൻ. 8-ാമത്തെ വാക്യം, 81:8. എന്റെ ജനമേ നീ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. എന്റെ വാക്ക് കേട്ടെങ്കിൽ നിനക്ക് നന്നായിരുന്നു. സ്തോത്രം. കേട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. കേട്ടിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ മാറുമായിരുന്നു. നീ ഇപ്പോഴത്തെ ഈ കണ്ണുനീരും ചീച്ചിലുമായിട്ട് നീ കഴിയേണ്ടി വരത്തില്ലായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് പറയുന്നത്. കേട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്താ കൊള്ളാന്ന് പറഞ്ഞത്? ഈ വചനം കേട്ടിരുന്നെങ്കിൽ സംഭവിച്ചത് നമുക്കൊന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ 13-ാമത്തെ വാക്യം. അയ്യോ, കർത്താവ് പറയുകയാണ്. വേദനയോടെ കർത്താവ് പറയും. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഇത് കർത്താവിന്റെ ശബ്ദമാകട്ടോ. ഇത് മനുഷ്യരാരും പറയുന്ന വാക്കല്ല, ദൈവത്തിന്റെ വാക്കാണത്. അയ്യോ. ദൈവം അയ്യോ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നുള്ള അവസ്ഥ ഓർത്ത് നോക്കി. നമ്മളൊക്കെ ഒരു അയ്യോ എന്ന് വിളിക്കുമ്പം ഉള്ള അവസ്ഥ ഓർത്ത് നോക്കി. എന്ത് പ്രയാസത്തിലാ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ സർവശക്തനായ ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ട് ആ പറഞ്ഞതിലൂടെ ദൈവം ആഗ്രഹിച്ച ഒരു വഴിയിലേക്ക് ഞാൻ വരാതെ പോകുന്നത് കാണുമ്പോൾ ദൈവം അയ്യോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. കാരണം എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ. സ്തോത്രം. ദൈവമക്കളെ, പല ശത്രു ഇന്നും വെല്ലുവിളിയായി നിൽക്കാൻ കാരണം എന്നറിയാവോ? വചനം കേട്ടില്ല. ദൈവം പറയുന്ന പോലെ ചെയ്തിരുന്നെങ്കിൽ. കർത്താവ് പറയുക, നീ ഇത്രയും എന്ത് ചെയ്യത്തില്ല, കടന്ന് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എത്ര നാളെ വട്ടം കറങ്ങുന്നു? ശത്രുവാണ്, അവിടെ പോരാട്ടമാണ്, ഇവിടെ പോരാട്ടമാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും യുദ്ധമാണെന്ന് പറഞ്ഞ് എത്ര കാലമാണ് നീ പോകുന്നത്? കർത്താവ് പറയുകയാണ്, എന്റെ വചനം നീ കേട്ടിരുന്നെങ്കിൽ വേഗത്തിൽ, ഇത്രയും സമയം എടുക്കത്തില്ല, വേഗത്തിൽ നിന്റെ ശത്രുവിനെ ഞാൻ കീഴടക്കുമായിരുന്നു. അപ്പൊ പിശാചിന് ഒരാഗ്രഹമുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കീഴടങ്ങാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനൊറ്റ കാര്യമുള്ളൂ, കേൾക്കുന്ന എൻ്റെ ചെവിയെ അടച്ചു കളയുക, എൻ്റെ ഹൃദയത്തെ കഠിനമാക്കുക. കേട്ടോ, ജീവിതത്തിന് ഒരു രൂപാന്തരം വരുത്താതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ദൈവം സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികൾ, ഇതൊന്നും വിശ്വസിക്കാത്തവരുടെ ഹൃദയത്തെ എന്താക്കുക? കൂരിടാക്കുക. കാരണം ഇവന്റെ കണ്ണു തുറന്നാൽ വേഗത്തിൽ ഞാൻ കീഴ്പ്പെടേണ്ടി വരും, ഞാൻ വിട്ടുപോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവനിങ്ങനെ വട്ടം കറങ്ങി ചവിട്ടി നിൽക്കുകയാണ്. ഈ വചനം വായിക്കുമ്പോൾ കേട്ടോണം, ശത്രു ഇന്നും നിന്നെ അതിശക്തമായി വെല്ലുവിളിക്കുന്നുണ്ടോ? എത്ര നാളായി വെല്ലുവിളി ഉയർന്നിട്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒക്കെ അവസാനിച്ചില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ യുദ്ധം നോക്കിയിട്ട് എത്ര കാലമായി? പ്രൈസ് ദി ലോർഡ്. ഉയരണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മീകമായി ഒന്ന് പുഷ്ടി പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ നടക്കാത്തത്? നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ഒരു ശത്രു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 40 ദിനരാത്രങ്ങൾ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുക. സ്തോത്രം. അവിടെ അവസാനമുണ്ട്. 40 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 41-ാം ദിവസം അവൻ അടിയറ പറഞ്ഞു. അതിന് ദൈവം ദാവീദിനെ ഉപയോഗിച്ചു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദാവീദിനോട് ദൈവം പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്. ദാവീദ് ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചപ്പോഴാ ആ യുദ്ധം അവസാനിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവാത്മാവ് ഈ വചനത്തോട് പറയുകയാണ്, എന്റെ വചനം നീ കേട്ടിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്റെ വചനം നീ അനുസരിച്ചിരുന്നെങ്കിൽ വേഗത്തിൽ ഞാൻ നിന്റെ ശത്രുക്കളെ എന്ത് ചെയ്യുമായിരുന്നു? കീഴടക്കുമായിരുന്നു. ഈ വചനത്തിന് മുമ്പിൽ പിശാച് മുഖം ചുളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ വിറയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആമേ. ജനം ദൈവത്തിന്റെ വാക്കനുസരിച്ചെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല. വെട്ടാൻ വാൾ ഉയർന്നിരിക്കുകയാ, വെട്ടാൻ വാൾ ഉയർന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആ വാൾ ഏതെങ്കിലും രണ്ട് സ്ഥലത്തേക്ക് വീഴും. ഒന്ന്, കേൾക്കുന്ന ജനം അനുസരിച്ചില്ലെങ്കിൽ അവരുടെ മേൽ. ജനം വചനം കേട്ടനുസരിച്ചാൽ നിന്റെ ശത്രുവിന്റെ മേൽ. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് സ്ഥലത്താണ് ദൈവത്തിന്റെ വാൾ വീഴാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് ശക്തിയായി കേൾക്കുക. നീ എൻ്റെ വചനം കേട്ട് അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ വേഗത്തിൽ നിന്റെ ശത്രുവിനെ ഞാൻ കീഴടക്കുമായിരുന്നു. ഇന്ന് ശത്രു കൊടി ഉയർത്തി നിൽക്കുന്ന മേഖലകളെ നീ ഒന്ന് ആത്മാവിലൊന്ന് കണ്ടേ. ഏതു മേഖലകളിലാ ശത്രു കൊടി ഉയർത്തുന്നത്? ഇത് എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് നിന്റെ പൈതലിൻ്റെ മേലോ, നിന്റെ തലമുറകളുടെ മേലോ, നിന്റെ ആരോഗ്യത്തിൻ്റെ മേലോ, നിന്റെ വീടിൻ്റെ മേലോ, നിന്റെ ഭൗതിക നന്മകളുടെ മേലോ, നിന്റെ ആത്മീക അഭിവൃദ്ധിയുടെ മേലോ പിശാച് അവകാശം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ സജ്ജരായി പറ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കും. പിശാച്, നിനക്ക് എൻ്റെ മേലോ എൻ്റെ നന്മയുടെ മേലോ നിനക്ക് അവകാശമില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ ശത്രു നിനക്ക് കീഴടങ്ങുകയോ? യേശുവിന്റെ നാമത്തിൽ. വേഗത്തിൽ വേഗത്തിൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടാത്ത ശക്തിയില്ല. കീഴ്പ്പെടാത്ത ശക്തിയില്ല, ഒതുങ്ങാത്ത ശക്തിയില്ല, പരാജയപ്പെടാത്ത ശക്തിയില്ല. ഇന്ന് പകൽക്കാലം നിന്റെ തലയ്ക്കും ഇത് ഉയരുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തിയെ എന്റെ കർത്താവ് പറയുക, വേഗത്തിൽ ഞാൻ കീഴടക്കൂ. എന്റെ വചനം അനുസരിക്കാൻ തീരുമാനിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. സ്തോത്രം. വൈരിയുടെ നേരെ എന്റെ കൈ, കർത്താവ് പറഞ്ഞു എന്റെ കൈ കുറുതായി പോയിട്ടില്ല. ആമേൻ. കേട്ടോ, കുറുതായി പോയിട്ടില്ല ദൈവമക്കളെ. നിന്റെ വൈരിയുടെ നേരെ ദൈവത്തിന്റെ കൈ കർത്താവ് തിരിച്ചാൽ, ഹല്ലേലൂയ, അത് വിടുതലായി മാറാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്ന ജനത്തിന് വേണ്ടി എന്റെ കർത്താവ് തന്റെ കരം തിരിക്കാൻ പോകുകയാ. ആകാശത്തെ നിർമ്മിച്ച കരം, ഭൂമിക്ക് അടിസ്ഥാനമിട്ട കരം, സമുദ്രത്തെ നിർമ്മിച്ച കരം, ഇന്ന് പകൽക്കാലം എന്നെയും നിന്നെയും നിർമ്മിച്ച കരം, വൈരിയെ നിർമ്മിച്ച കരം എന്റെ കർത്താവ് വൈരിയുടെ നേരെ തിരിക്കാൻ പോകുകയോ? മന്ത്രവാദത്തിന് നേരെ, ആഭിചാരത്തിന് നേരെ, ക്ഷുദ്രപ്രയോഗത്തിന് നേരെ, ആമേൻ, യേശുവിന്റെ കരം ഇന്ന് പകൽക്കാലം തിരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വൈരിയെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഹല്ലേലൂയ. നിന്റെ കൂനിന്റെ മേൽ, ഹല്ലേലൂയ, അവന്റെ കരം തിരിയാൻ പോകുകയാ. രക്തസ്രാവത്തിന്റെ മേൽ നിന്റെ കരം തിരിയാൻ പോകുകയാ. മാരകമായ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം തിരിയാൻ പോകുകയാ. ആ കരം തിരിയുമ്പോൾ തന്നെ ആ കരത്തിൽ നിന്ന് അത്ഭുത ശക്തി വെളിപ്പെടുകയോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനമേ, എന്റെ വാക്ക് കേട്ടെങ്കിൽ
നീ കഷ്ടപ്പെടുന്ന, നീ കുഴയുന്ന, നീ മടുത്തു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പലക്കാലം ഈ വചനം അയക്കുകയാ, ഈ വചനം അയക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം അയക്കുകയാ. നീ ഈ വചനം സ്വീകരിച്ചാൽ അന്ധകാര മണ്ഡലം ഈ വചനം കൈക്കൊള്ളും. കീഴ്പ്പെടേണ്ടത് കീഴ്പ്പെടും. ശത്രു ഹല്ലേലൂയ. അടുത്തത് വായിക്കുന്ന ഇങ്ങനെയാ, 15-ാമത്തെ വാക്യം. യഹോവയെ പകയ്ക്കുന്നവരെ, യഹോവയെ പകയ്ക്കുന്നവര്, അതൊറ്റ ഒരുവനേ ഉള്ളൂ. യഹോവയെ പകയ്ക്കുന്ന പിശാച്. ദൈവത്തെ പകയ്ക്കുന്നവൻ ഒറ്റ ഒരുത്തനാ പിശാച്. ദൈവം ഇല്ലെന്ന് പറയുന്നവൻ ഒറ്റ ഒരുത്തനാ പിശാച്. ദൈവത്തിന് കഴിവില്ലെന്ന് പറയുന്നവൻ ആരാ? പിശാച്. നിന്റെ പ്രാർത്ഥന, ഉപവാസം ഞാൻ കാണിച്ചു തരാം. പക. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കെതിരെ പക, ദൈവപ്രവൃത്തിക്കെതിരെ പക, ഉപവസിക്കുന്നതിനെതിരെ പക, നീ വചനം വായിക്കുന്നതിനെതിരെ പക, നിന്റെ ആരാധനയ്ക്കെതിരെ പക. ആ പകയ്ക്കുന്നവൻ ഹല്ലേലൂയ നിന്റെ മുൻപിൽ ഹല്ലേലൂയ കീഴടങ്ങും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, അതിനോട് പക. നിന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തോട്, സൗന്ദര്യത്തോട് പക. യേശുവിന്റെ നാമത്തിൽ അത് കീഴടങ്ങട്ടെ. കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. പകയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ മക്കളുടെ മേൽ, കുടുംബത്തിന് മേൽ ഹല്ലേലൂയ പകയോടെ വ്യാപരിക്കുന്ന, അസൂയോടെ വ്യാപരിക്കുന്ന എല്ലാ തിന്മയുടെ വ്യാപാരം ഈ വചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങട്ടെ. അമ്മേ കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അമ്മേ കീഴടങ്ങട്ടെ. ദുഷ്ടന്റെ ആശ നശിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദുഷ്ടൻ പക വരുമ്പം എന്ത് ചെയ്യും? പല്ല് കടിക്കും. പകയുള്ളവരെല്ലാം പല്ല് കടിച്ചിട്ടുണ്ട്. പക്ഷേ ഒത്തിരി നാള് പല്ല് കടിക്കത്തില്ല. പല്ല് കടിച്ച് എന്ത് ചെയ്യും? ഉരുകും. വേഗത്തിൽ സംഭവിക്കുന്നതാണ്. പകയ്ക്കുന്നവൻ പല്ല് കടിച്ച് ഉരുകും. എന്താ ഉരുകാതെ നിൽക്കുന്നത്? കർത്താവ് പറയാ, എന്റെ വചനം എന്ന് കേട്ടായിരുന്നെങ്കിൽ, എന്നോട് എന്റെ മക്കളൊന്ന് അടുത്തു വന്നായിരുന്നെങ്കിൽ, അല്ലല്ലോ എന്റെ സന്നിധിയിൽ ഇരുന്നിരുന്നെങ്കിൽ, എന്നിലൊന്ന് ആശ്രയിച്ചിരുന്നെങ്കിൽ, ആമേ, നിനക്കെതിരെ പല്ല് കടിക്കുന്നവരെ കണ്ട് നീ മരിച്ചു വീഴത്തില്ല. പല്ല് കടിക്കുന്നവർ ഉരുകി ഇല്ലാതെയായി പോകും. യേശുവിന്റെ നാമത്തിൽ. അമേ, ഉറുമി ഇറുമി 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 നിന്നെ കാണുമ്പോൾ, നീ പോകുമ്പോൾ നിന്നെ കണ്ട് പല്ല് കടിക്കുന്ന ദുഷ്ടശക്തി ഉരുകട്ടെ വചനത്തിന് മുമ്പിൽ. ഹല്ലേലൂയ. നിന്റെ ശത്രു നിനക്ക് കീഴടങ്ങി. പകയ്ക്കുന്നവർ കീഴടങ്ങി. പല്ല് കടിക്കുന്നവർ ഉരുകിപ്പോയാൽ, ആമേൻ. അടുത്തത് വായിച്ചേ. നിനക്കൊരു ശുഭകാലം ഉണ്ട് കേട്ടോ. വചനം കേൾക്കാൻ പറഞ്ഞെന്തിനെന്നറിയാവോ? നിനക്കൊരു ശുഭകാലത്തിന് വേണ്ടിയാ. നിനക്കൊരു ശുഭകാലം, ഒരു നല്ല കാലം, നിലനിൽക്കുന്ന ശുഭകാലം. 1 മാസം സന്തോഷമാണെങ്കിൽ 2 മാസം കരച്ചിലല്ല. പ്രൈസ് ദി ലോർഡ്. നിലനിൽക്കുന്ന ശുഭകാലം. അത് ദൈവത്തിന്റെ പ്രോമിസാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രോമിസാ. നിനക്ക് അല്പ സന്തോഷം കിട്ടിയാൽ പിന്നെ നിനക്ക് കരച്ചിലും ദുഃഖവും മാത്രമാ. 7 ദിവസത്തിൽ ഹല്ലേലൂയ 6 ദിവസവും കഷ്ടത തന്നെയാ. അവൻ 6 ദിവസവും നിനക്ക് വേദന തന്നെയാ. 1 ദിവസമെങ്കിലും നീ സന്തോഷിച്ചു പോയാൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും പറയും അധികം ചിരിക്കണ്ടെന്ന്. കേട്ടോ, ഒരു സന്തോഷം കിട്ടിയാൽ പറയും അധികം ചിരിക്കണ്ട. കരയും വരും. ഇതാ അനുഭവത്തിൽ നിന്ന് പറയുന്ന കേട്ടോ, അനുഭവത്തിൽ നിന്ന് പറയുന്ന. പക്ഷെ കർത്താവ് പറയുക, നിന്റെ ശുഭകാലം ഒരു ദിവസമല്ല, നിലനിൽക്കുന്ന ശുഭകാലം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് ആ കരങ്ങളൊന്നും ഉയർത്തിക്കുക ദൈവസന്നിധിയിൽ. നിലനിൽക്കുന്ന ഒരു ശുഭകാലം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയ്ക്കകത്ത്, കർത്താവ് എൻ്റെ ദേശത്തിൽ നിലനിൽക്കുന്ന ഒരു ശുഭകാലം. അപ്പോ വിലാപം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ, കണ്ണുനീര് മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശുഭകാലം. നിലനിൽക്കുന്ന ശുഭകാലം. ഹല്ലേലൂയ, ആമേൻ. അടുത്തതോ, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, നിന്റെ സമൃദ്ധി നോക്കിയേ, മേത്തരമായ ഗോതമ്പ്. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമേറിയത് വചനം കേട്ട കർത്താവ് തരുന്നതാ. ദൈവം തരുന്നത് അങ്ങനെയാ കേട്ടോ ദൈവമക്കളെ. ഏറ്റവും ശ്രേഷ്ഠമേറിയത് വചനം വിശ്വസിച്ചാൽ മതി, ദൈവത്തെ വിശ്വസിച്ചാൽ മതി. കർത്താവ് ഈ മരുഭൂമിയിൽ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചല്ലേ ഇസ്രായേൽ മക്കൾ. അത് ഹൃദയം കഠിനപ്പെട്ട് കേൾക്കാൻ മനസ്സിലാ ചോദിച്ചതാ. ഈ മരുഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം തരുമോ? ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചി തരുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷികളിൽ ഏറ്റവും ഔഷധ ഗുണമുള്ളതാ കാട. 1000 കോഴിക്ക് അരക്കാട മതി. 1000 കോഴി കഴിക്കുന്നതിനും അരക്കാട കഴിച്ചാൽ മതി. അത്രയ്ക്ക് ഔഷധമുള്ളതാണ്. മൂക്കിൻ്റെ അറ്റം വരെ ഒരു കഷ്ണം കൂടെ കഴിച്ചാൽ ഛർദിക്കും. എന്നാ മോനെ കഴിക്കും മോനെ. അയ്യോ ഛർദിക്കാൻ വരുവാ. ഛർദി വരുന്നത് അടച്ചു വെക്കുന്നത് ഇറച്ചി കഷ്ണം കൊണ്ടാണ്. സ്തോത്രം. മെത്തരമായ ഗോതമ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ചെയ്യും. എൻ്റെ വചനം കേട്ടനുസരിച്ചാൽ മെത്തരമായ ഗോതമ്പ്. അത് ആത്മീകമായാലും ഭൗതികമായാലും എൻ്റെ കർത്താവ് നിനക്ക് തരുതൊന്നും ചെറുതല്ല കേട്ടോ. ഹല്ലേലൂയ. ആത്മീകമായി നിന്നെ വിടിവിക്കാനും രക്ഷിക്കാനും കർത്താവ് തന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയതാ. തൻ്റെ മടിയിലിരുന്ന തൻ്റെ ഏകജാതനെയൊക്കെ തന്നത്. ഹല്ലേലൂയ. ദൂതന്മാരിൽ ഒരുവനെ അല്ല കർത്താവ് എനിക്ക് വേണ്ടി തന്നത്. തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ തൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിനെയാ കർത്താവ് എനിക്ക് വേണ്ടി തന്നത്. കർത്താവ് പറയുകയാ, അവനെ തന്നവൻ അവനോടുകൂടെ സകലതും നിനക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. വീട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല വീട്. കർത്താവിന്റെ വചനം അത് തന്നെ പറയുന്നത്. നീ നല്ല വീട് പണിത് അതിനകത്ത് പാർക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠമേറിയ മെത്തരമായ ഗോതമ്പ് ദൈവം തൻ്റെ ജനത്തിന് പ്രോമിസ് നൽകുന്നതാ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ കഴിച്ചിട്ട് എല്ലാത്തിൻ്റെയും തിരിച്ച് മാറ്റിയിടുന്നതല്ല ദൈവമൊക്കെ കഴിക്കുന്നത്. നിന്റെ ജീവിതാനുഭവം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനത്താൽ അതിനൊരു മാറ്റം വരാൻ പോകുകയാ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അടുത്ത് വായിച്ചേ. പാറയിൽ നിന്നുള്ള തേന്, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഹല്ലേലൂയ. നിന്റെ വായിലെ കയ്പ് എന്നാ മാറുന്നേ? ജീവിതം വരെ കയ്പുമായി പോയില്ലേ? പറയുന്ന വാക്കിന് കയ്പ്, ചിന്തയ്ക്ക് കയ്പ്, പാട്ടിന് കയ്പ്, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കയ്പ്. ഒരു സുഖവുമില്ല. സ്വത്രം. ഒരു തുള്ളി തേൻ, ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഔഷധവും ഉള്ളത് പാറയിലെ തേൻ. ആമേൻ. ഹല്ലേലൂയ. പാറയുടെ വിള്ളലിൽ ആമേൻ തേൻകൂടുകൾ ഇരിക്കും. ആ തേൻ ഏറ്റവും ശ്രേഷ്ഠമേറിയതാ.
വനാന്തരത്തിനകത്ത്. ആമേൻ. ആദിവാസികളൊക്കെ ആമേൻ അവിടെ കയറാൻ പറ്റാതെ താഴെ നിന്ന് അമ്പ് ചെയ്തിട്ട് അമ്പിൻ്റെ അറ്റത്ത് നൂല് കെട്ടിയിട്ട് അമ്പ് ചെയ്യുന്നത്. അമ്പ് കൊണ്ട് തേനട മുറിഞ്ഞിട്ട് ആ അമ്പിൽ കൂടെ തേനിറ്റി വീഴുന്ന താഴെ ആ നൂലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും, വളരെ ഉയരത്തിൽ. സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമേറിയ തേൻ. ആമേ. ആ തേൻ ഒരു തുള്ളി എടുത്ത് നാവേ വെച്ചാൽ മതി, ഒരു ദിവസം മുഴുവൻ മതിരിക്കും നിന്റെ നാവ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നിന്റെ കയ്പ് കർത്താവ് മാറ്റുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കയ്പോടെ നീ കരയുന്ന വിഷയങ്ങളില്ലേ, കയ്പോടെ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലേ, അത് നിന്റെ നാവിൽ നിന്ന് എൻ്റെ കർത്താവ് മാറ്റിക്കളയും യേശുവിൻ്റെ നാമത്തിൽ. ഈ അനുഭവം നിനക്ക് ഉണ്ടാകാതെ വണ്ണ്, വചനം പ്രവർത്തിക്കാതെ വണ്ണ്, വചനം കേൾപ്പാൻ കഴിയാതെ വണ്ണ്, വചനം ഏറ്റെടുക്കാൻ കഴിയാതെ വണ്ണ് ശത്രു കെട്ടിയിരിക്കുന്ന കെട്ട് ഇന്ന് പകൽക്കാലത്തെ ഈ വചന ശുശ്രൂഷയിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയോ. ഹല്ലേലൂയ. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടെങ്കിൽ ഞാൻ വേഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വേഗത്തിൽ കർത്താവ് ചെയ്യും. ഒരു തേൻ ഉണ്ടാകണമെങ്കിൽ എത്ര മാസം വേണമെന്നറിയോ? ഒരു തേൻ ഉണ്ടാകണമെങ്കിൽ വാക്ക് കേട്ടാൽ കർത്താവിന്റെ പ്രവൃത്തി വേഗത്തിലാണ്. ഒരു മുന്തിരിച്ചാർ ഉണ്ടാകണമെങ്കിൽ എത്ര വർഷമുണ്ട്? പുറത്തിരിക്കുന്ന കൽപാത്രങ്ങളിൽ പച്ചവെള്ളം കോരി നിറപ്പി. വല്ലതും നടക്കുന്ന കാര്യമാണോ? കേട്ടു. ചെയ്താൽ മാത്രമാണ് വേഗത്തിൽ മേത്തരമായത് അവിടെ ഒരുക്കപ്പെടുന്നത്. അധിക സമയമൊന്നും വേണ്ട കേട്ടോ, അധിക സമയമൊന്നും വേണ്ട. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലോട്ട് കയറാൻ ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക്. ഇന്നത്തെ നിന്റെ രോഗത്തിന്റെ കിടക്കയെ മാറ്റി വിരിക്കാൻ ഒത്തിരി സമയം വേണ്ട. ഹല്ലേലൂയ. വചനം കേട്ട് അനുസരിക്കാൻ തയ്യാറായ ഉടൻ നിമിഷ നേരം കൊണ്ട് പച്ചവെള്ളം മുന്തിരിച്ചാറായി മാറുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കയ്പ് മാറുകയാ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ കർത്താവ് മാറ്റുകയോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആവർത്തനം 30:2 വേഗം. നീയും നിന്റെ മക്കളും. വചനം കേൾക്കുന്നതിലുള്ള പ്രത്യേകതയാകട്ടോ. നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. ആ സ്ഥിതിക്കടി പറയട്ടു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അത് മാറ്റും ദൈവം. കേട്ടനുസരിച്ചാൽ സ്ഥിതി മാറ്റുന്നത് ആലോചിച്ച് മാസങ്ങളെടുത്തല്ല. സർക്കാരിന്റെ കയ്യിൽ ഒരു പെറ്റീഷൻ കിട്ടിയിട്ട് ചെയ്യുന്ന പോലെയല്ല. നിന്റെ സ്ഥിതി കർത്താവ് മാറ്റും. നീയും നിന്റെ മക്കളും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചാൽ നിന്റെ സ്ഥിതി മാറും. ഒരു പ്രാർത്ഥനാ വിഷയമല്ലേ ഈ സ്ഥിതി പോരെ കർത്താവേ എന്ന്. ഈ സ്ഥിതി ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുക, ഞാൻ നിന്റെ സ്ഥിതി മാറ്റും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്ഥിതി മാറ്റും. നിന്റെ സ്ഥിതി മാറ്റും. ഇന്ന് കാണുന്നവരല്ല നാളെ. നാളെ കാണുന്നവർ പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റം. സ്ഥിതി മാറുക എന്ന് പറഞ്ഞാൽ നിന്റെ വീട് മാറും, നിന്റെ വസ്ത്രധാരണം മാറും, നിന്റെ വാഹനം മാറും, നിന്റെ ആരാധന രീതി മാറും, വചനധ്യാനത്തിൻ്റെ രീതി മാറും, നിന്റെ പ്രാർത്ഥനാനുഭവം, മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിൻ്റെ രീതി വരെ മാറും. ഇന്നത്തെ സഭായോഗത്തിന് വന്ന പോലെയല്ല അടുത്ത സഭായോഗത്തിന് വരുമ്പോൾ. ഇന്നത്തെ ഈ ആരാധനയല്ല അടുത്ത ആരാധനയ്ക്ക് വരുമ്പോൾ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സ്ഥിതി മാറിയവർ അങ്ങനെയാ.
ആദ്യമൊക്കെ ഗൾഫിൽ പോയി വരുന്നവർ ഇവിടെ വന്നാലും ചന്തയ്ക്ക് പോയാലും സോക്സ് ഇടും. അയ്യോ എൻ്റെ പൊന്നെ, ആ ചന്തയിൽ പോയാലും എന്ത് ചെയ്യും? സോക്സ് ഇടും. സ്തോത്രം. 2 ആഴ്ച ഈ വെള്ളത്തിൽ കൂടെയൊക്കെ ചെളി കൂടെയൊക്കെ ആലപ്പുഴയല്ലേ ഒക്കെ നടന്നു കഴിയുമ്പോഴേക്ക് പതുക്കെ എന്ത് ചെയ്യും? അതൊക്കെ അങ്ങ് മാറും. സ്തോത്രം. എന്താ വന്നപ്പം സോക്സ് ഊരാതിരുന്നത്? അവിടെ സ്ഥിതി മാറിയതാ, അവിടുത്തെ രീതി അതാ. ഇതുപോലെ നമ്മളെയൊക്കെ ദൈവം ആള് മാറ്റുമെന്ന്. ഞെരിങ്ങിയും മുക്കിയും മൂളിയുള്ള സാക്ഷിയൊക്കെ മാറും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ഞാൻ വന്നത് 2 ആത്മാക്കളുമായിട്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മാക്കളെ കർത്താവ് നിങ്ങളുടെ കരങ്ങൾ തരും. നിന്റെ കുടുംബത്തെ കർത്താവ് അടർത്തി എടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ സുവിശേഷം പറയുന്നവർ വിടുവിക്കപ്പെടും. ആമേൻ. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. വേഗം അടുത്ത 2 വാക്യം കൊണ്ട് വായിച്ചേ. ആമേൻ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. പുറപ്പാട് 19:5. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചെങ്കിൽ, എൻ്റെ നിയമം നീ പ്രമാണിക്കുകയും ചെയ്തെങ്കിൽ, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. സമ്പത്തെന്ന് പറഞ്ഞാൽ വിലയുള്ളതിനൊക്കെ പറയുന്ന സമ്പത്തെന്ന്. എൻ്റെ വീട്ടിലെ ചൂല് സമ്പത്തിൽ നിന്ന് വിടുന്നതല്ല, പ്രത്യേക സമ്പത്തായിരിക്കും. എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ഭൂമിയിലുള്ള സകല ജാതികളിൽ വെച്ച് നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. ഒരു അസറ്റായിരിക്കും. നിങ്ങൾ എനിക്ക് വിലയുള്ളവരായിരിക്കും. ദൈവമക്കൾക്ക് വിലയുണ്ട് കേട്ടോ. സ്തോത്രം. ഒന്നിനുമില്ല അല്ലേ? അകപ്പാടെ ഉണ്ടായിരുന്ന വിലയാ 2 ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ഇച്ചിരി വിലയൊക്കെ ഉണ്ടായിരുന്നു, അതും പറിച്ചു കളഞ്ഞു. ഉള്ള വിലയും പോയെന്നാ പറയുന്നത്. സ്തോത്രം. ഭാരപ്പെടണ്ട കേട്ടോ, ഭാരപ്പെടണ്ട. എൻ്റെ വചനം കേട്ടനുസരിച്ചാൽ ഈ ഭൂമിയിൽ നിങ്ങൾ എൻ്റെ സമ്പത്തായിരിക്കും. സമ്പത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയുള്ളതാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് എന്തെങ്കിലും ഇച്ചിരി വില തന്നിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം വല്ല തന്നെ. എനിക്ക് പറയാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതി മാറ്റുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. മറ്റൊന്നുമില്ല കേട്ടോ, മറ്റൊന്നുമില്ല. ഈ വചനത്തോട് നീ കൂട്ടരുത്, ഈ വചനത്തോട് നീ കുറയ്ക്കരുത്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീയും നിന്റെ മക്കളും ഈ വചനം കേട്ടനുസരിച്ചാൽ ഭൂമിയിലുള്ള സകല ജാതികളിൽ വെച്ച് ഞാൻ നിന്നെ എനിക്ക് സമ്പത്താക്കി മാറ്റും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. 23-ാം അധ്യായത്തെ പുറപ്പാട് 23, 22-ാമത്തെ വാക്യം. എന്നാ നീ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ നീ ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. നിന്റെ നേരെ പല്ലിറുമ്പുന്നവന്റെ നേരെ ഞാൻ പല്ലിറുമ്പുന്നു. നമ്മുടെ ആരുടെയും പല്ല് ഇറുമ്പി തേക്കണ്ട, ഉരച്ച് പൊട്ടിച്ചു കളയണ്ട. നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. നിന്നെ പകയ്ക്കുന്നവന് നേരെ ഞാൻ അവരെ പകയ്ക്കും. സ്തോത്രം. അടുത്തത്, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. അപ്പോഴാണ് നീ വിടുന്നത്. സ്തോത്രം. നല്ല അഭ്യാസം അറിയാവുന്ന ഒരാളുടെ നേരെ ഒരാൾ ഒരു കടരയും കൊണ്ട് കുത്താൻ വന്നാൽ അയാൾ ഈ കയ്യാൽ ഒന്ന് കയറി പിടിച്ചാൽ മതി, തന്നെ കടര എന്ത് ചെയ്യും? അയ്യോ, തന്നെ കടര താഴെ പോകും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. അത് ഞാൻ ഞെരുക്കം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വ്യവസ്ഥയുള്ളൂ, ഈ വചനം നീ കേട്ടനുസരിക്കണം. നിന്റെ ഉയർച്ചയ്ക്ക് നേരെ ആരെങ്കിലും നിന്നെ ഞെരുക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, സാമ്പത്തികമായിട്ട് എന്തൊരു ഞെരുക്കുമോ അല്ലേ? ശാരീരികമായി ഇതാണോ ദൈവം തന്ന ആരോഗ്യം?
ആരോഗ്യമൊക്കെ അങ്ങ് ഞെരുക്കുക, ഞെരുങ്ങി ഇല്ലാതെയാകുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പുറകിലൊക്കെ ഏതെങ്കിലും ദുഷ്ടശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുക, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും, ഞാൻ ഞെരുക്കും. കർത്താവ് അങ്ങനെ എത്ര പേരെ ഞെരുക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? എൻ്റെ അനുഭവത്തിലുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും. ഞെരുക്കിയവരെ കർത്താവ് ഞെരുക്കും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് ദൈവമൊക്കെ കേസിന് പോകാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കോടതി ഇന്നും തുറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ദൈവമൊക്കെ കേസിന് പോകാത്തത്. ഞാൻ ഞെരുക്കാൻ ആരെടുത്തും പോകുന്നില്ല. ഞാൻ ഞെരുക്കാൻ ഒരു കോടതിക്ക് ഒരു കടലാസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കോടതി ഞെരുക്കേണ്ടവരെ ഞെരുക്കും. പ്രൈസ് ദി ലോർഡ്. ഞെരുക്കേണ്ടവരെ ഞെരുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. യോബിന്റെ പുസ്തകം 36:11 വാക്യം കൊണ്ട് വായിക്കാം. 36:11. അവർ കേട്ട്, ഇതെല്ലാം വചനം പറയുന്നത് കേട്ട് അനുസരിച്ചെങ്കിൽ, അവനെ സേവിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ആ പദവും അടിവരി ഇടണം കേട്ടോ. ഹല്ലേലൂയ. 36:11. സ്തോത്രം, ആമേൻ. അവർ കേട്ടനുസരിച്ച് നിന്റെ ദൈവത്തെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. ദൈവമക്കളുടെ ഒരു വർഷം എങ്ങനെയാണെന്നുള്ള ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വർഷം തീരുന്നത് എങ്ങനെയാ? ഭാഗ്യം. ലോട്ടറി എടുത്ത് അടിക്കുന്ന ഭാഗ്യമല്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ബ്ലെസ്സഡ് എന്ന, ബ്ലെസ്സഡ്, അനുഗ്രഹത്തിലും, ആമേൻ, അനുഗ്രഹത്തിലും, ആമേൻ, ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. അതുകൊണ്ടാണ് നീതിമാന്റെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. കേട്ടനുസരിച്ച് സേവിക്കണം. കേട്ട് സേവിക്കരുത്, ഈ കാര്യങ്ങളൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. 36:12 വാക്യം കൊണ്ട് വായിച്ചേ. 12 വാക്യം. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും. സ്തോത്രം. ഒത്തിരി പേര് മരിക്കുന്നത് ബുദ്ധിമോശത്തിലാണ്. സ്തോത്രം. കേൾക്കാത്തവരൊക്കെ ബുദ്ധിമോശത്താൽ മരിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ബൈക്ക്, നല്ല പവറിൽ പോകുന്ന ഒരു ബൈക്ക് മേടിച്ചു. ഒത്തിരി പേര് എങ്ങനെയാ മരിക്കുന്നേ? ബുദ്ധിമോശമാ. ഓവർ സ്പീഡ്, ബുദ്ധിമോശമാ. ബുദ്ധിമോശത്താലാണ് മരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും. അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാകുമായിരുന്നു. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കുമ്പോൾ കർത്താവ് നല്ല ജ്ഞാനം തരും ഓരോ കാര്യങ്ങളിലും, അല്ലേ? ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയാ പോയത്? ബുദ്ധിമോശം, കിട്ടിയില്ല, നന്നേരം പറയാൻ പറ്റിയില്ല. ബുദ്ധി ആ സമയത്തേക്ക് എന്തോ പോലെയായി പോയി. ബുദ്ധിക്കാണ് അവിടെ കറാവ് സംഭവിച്ചത്, ബുദ്ധിക്കാണ് അവിടെ തകരാറ് സംഭവിച്ചത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പറയേണ്ട സമയത്ത് പറയാൻ കിട്ടിയില്ല. അന്നേരത്തേക്ക് എന്തോ ഒരു മന്ദത. ബുദ്ധി മോശത്താലാണ് മരണം സംഭവിക്കുന്നത് കൂടുതലും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിച്ചാൽ വയോധികന്മാരിലും ഗുരുക്കന്മാരിലും നീ ആരാകും? ജ്ഞാനിയും വിവേകിയാകും. പ്രൈസ് ദി ലോർഡ്. 2 അമ്മമാരെ ഒരു കുഞ്ഞുമായിട്ട് വരിക, ഞാനാ ഇതിനെ പ്രസവിച്ചെന്ന് പറഞ്ഞു. 2 പേര് പറയുക, ഞാനാ ഇതിനെ പ്രസവിച്ചത്, എൻ്റെ കുഞ്ഞാന്ന്. അവിടെ ജയിച്ചത് ബുദ്ധി കൊണ്ടല്ലേ, ജ്ഞാനം കൊണ്ടല്ലേ. ആ ജ്ഞാനം തരുന്നത് സ്വർഗസ്ഥനായ ദൈവം തമ്പുരാനാ. ഇന്ന് പകൽക്കാലം പരാജയപ്പെടുന്ന എല്ലാവരും ഓർത്തോണം, ആമേൻ. ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിച്ചാൽ നീ ബുദ്ധിമോശത്താൽ മരിച്ചു പോകത്തില്ല.
Praise the Lord. ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കർത്താവ് കൃപ തരും. ഹല്ലേലൂയ. അല്ലേ, കൊറോണ കാലത്ത് എത്രയോ പേര് മരിച്ചു പോയല്ലേ, ഒത്തിരി പേര് ബുദ്ധിമോശത്താലാണ് മരിച്ചു പോയത്. സ്തോത്രം. മാസ്ക് വെക്കാൻ പറയുമ്പോൾ മാസ്ക് എന്ത് ചെയ്തില്ല, വെക്കത്തില്ല. ബുദ്ധിമോശത്താല ഒത്തിരി പേര് മരിച്ചു പോകുന്നത്. പല കാര്യങ്ങളും ബുദ്ധിമോശത്താല. ഒത്തിരി പേരുടെ തകർച്ചയുടെ കാരണം ബുദ്ധിമോശമാണ്. ഇല്ലായ്മയാകാനുള്ള കാരണം ബുദ്ധിമോശമാണ്. സകല ജ്ഞാനവും ഔദാര്യമായി തരുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ദിവസത്തിൽ അടച്ച്, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന ദൈവശബ്ദത്തിനായിട്ട് നന്ദി. ഞങ്ങളുടെ രണ്ട് കാതും തുറന്ന് കേൾക്കാൻ അവിടുത്തെ വചനത്തിൻ്റെ വീതികൾ ഞങ്ങൾക്ക് ഒഴുക്കി തന്നതിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ വചനം കേട്ട്, അവിടുത്തെ വചനം അനുസരിച്ച് അങ്ങയുടെ പാതയിലൂടെ സഞ്ചരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ ഞെരുക്കങ്ങളെ മാറ്റണമേ, പകയ്ക്കുന്ന അനുഭവങ്ങളെ മാറ്റണമേ, അങ്ങയുടെ മക്കളുടെ സ്ഥിതിക്ക് കർത്താവ് മാറ്റം വരുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് ഇന്ന് പകൽ ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എത്രയും ആമേൻ ദൈവവചനം കേൾക്കുന്നുവോ അത് പ്രാക്ടീസ് ചെയ്യുവാൻ, ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അത് നിമിത്തമുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.